ഗൈസ് നമ്മളിതാ വന്നിരിക്കുന്ന സ്ഥലം ട്രിവാൻഡ്രത്തിൽ നമ്മുടെ ടൈറ്റാനിക് ഷോ എക്സിബിഷൻ നടക്കുവാണ് കേട്ടോ. അത് കാണാനായിട്ട് വന്നിട്ടുണ്ട്. 5 മണിക്കാണ് ടിക്കറ്റ് കേട്ടോ. ഞങ്ങൾ 4:30 ആയപ്പോഴെത്തി. കട്ട വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്കിതാ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. 3 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല. അപ്പോൾ ഇതേ നമ്മൾ നേരെ നമ്മുടെ ടൈറ്റാനിക് എക്സിബിഷൻ കാണാനായിട്ട് നമ്മുടെ ടൈറ്റാനിക്കിന് ഉള്ളിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായി സന്തോഷമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങളും. അപ്പോൾ ഇതേ ഞങ്ങളിതാ അങ്ങോട്ടിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയാണ് അകത്തോട്ട് പോകാനുള്ളത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ലുലുവിന് മുൻപാണ് കേട്ടോ. ലുലു മാളിന് മുൻപാണ്. നമ്മളിവിടെ നിന്ന് നമ്മുടെ പൂവാറ് ഈ സൈഡിൽ നിന്നൊക്കെ പോകുന്നവർ ലുലുവിന് തൊട്ട് മുൻപാണ് കേട്ടോ നമ്മുടെ ഈ ടൈറ്റാനിക് എക്സിബിഷൻ നടക്കുന്നത്. DJ അമ്യൂസ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണിത് നടക്കുന്നത് കേട്ടോ. DJ എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ കരുതി ഇതിനകത്ത് നല്ല DJ സെറ്റിങ്സ് ഒക്കെ ഉണ്ടെന്ന് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തർ താമസിച്ചിരുന്ന അവരുടെ റൂമുകളുടെ ഒരു ഡെമോ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് വീണ്ടും സ്റ്റെയർ കയറി പോകണം കേട്ടോ. ഇതാണ് അതിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ സിറ്റി ഫുള്ളും ഇങ്ങനെ കാണാം കേട്ടോ. അങ്ങനെ നിങ്ങൾ നോക്കി നോക്കി ഇങ്ങനെ പോകുന്നുണ്ട്. ദേ ഞങ്ങളുടെ നേരെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ ലുലു മാൾ ട്രിവാൻഡ്രത്തെ. അങ്ങനെ ഞങ്ങളിതാ നടന്ന് ഞങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി കേട്ടോ. 5 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണിക്കാണ് ടിക്കറ്റ് കൊടുത്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ദേ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാൽ അങ്ങനെയൊക്കെ പിള്ളേരെയൊക്കെ പറ്റിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഇതിൻ്റെ പേര്, പങ്കായമാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇത് അതിൻ്റെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും അതിലൊന്ന് കറക്കിയൊക്കെ നോക്കുന്നുണ്ട്. കുട്ടീസാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കേട്ടോ. കൊച്ചു പിള്ളേരൊക്കെ ഒന്ന് കറക്കി നോക്കിയിട്ട് ഞാനും ഒന്ന് കറക്കി നോക്കാനായിട്ടുള്ള നിപ്പാണ്. മോനൂട്ടനൊക്കെ ഒന്ന് അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് പിടിച്ച് ഞങ്ങളും അങ്ങനെ ടൈറ്റാനിക്കൊക്കെ ഓടിച്ചു കേട്ടോ. ആ ചുമത കണ്ടില്ല അവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ. അടുത്ത് വീണ്ടും താഴോട്ടൊരു സ്റ്റെയർ ഇറങ്ങിപ്പോണം. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ വലിയ സെറ്റപ്പൊന്നും ഇതിനകത്തില്ല കേട്ടോ. പിന്നെ വെറുതെ നമുക്കിതിൻ്റെ ഇത് കണ്ടു ഇതിൽ കയറി എന്ന് പറയാം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നിറയെ നമ്മുടെ സെൽഫി കോർണർ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ ഫോട്ടോസ് കേട്ടോ, ഇതിൽ അഭിനയിച്ച ആൾക്കാർ, ക്യാപ്റ്റൻ, അവരുടെയൊക്കെ ഫോട്ടോസ് 2 സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ പേരുകൾ, ഫോട്ടോ, നമ്മുടെ ജാക്ക്, റോസ് എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെ ഫോട്ടോകളും 2 സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെയൊക്കെ രൂപങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കാർഡ്ബോർഡിലൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ കൂടെയൊക്കെ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാം. അപ്പോൾ അത് എങ്ങനെ ഞങ്ങളും ഓരോന്നൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ പിക്ചറിൻ്റെ താഴെ. അങ്ങനെ ഞങ്ങൾ എല്ലാ സുന്ദരന്മാരെയും സുന്ദരികളെയൊക്കെ കണ്ടു കേട്ടോ. ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മുടെ ആ ഫിലിമിൻ്റെ ഓർമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടൈറ്റാനിക് സിനിമ കണ്ട ഒരു രംഗമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അടുത്ത നമ്മൾ മനോഹരമായ അവരുടെ ഒരു പാർട്ടി ഹാളിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതാണ് അവരുടെ മനോഹരമായ മ്യൂസിക്കും കാര്യങ്ങളും നൃത്തരംഗങ്ങളൊക്കെയുള്ള ആ വലിയൊരു ഹാള് കേട്ടോ. പാർട്ടി ഹാളാണ് അവരുടെ പാർട്ടി ഹാൾ. അതിനകത്തോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് AC ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു കേട്ടോ. ഫാനുണ്ട്, എന്നാലും നല്ല ഹൈറ്റിലായിരുന്നു ഫാനൊക്കെ. നല്ല ചൂട്, ഇങ്ങനെ വേർത്തടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെയൊക്കെ ഓരോ സോഫ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് സെൽഫി എടുക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ. ഓരോ ആൾക്കാരുടെ കണ്ടില്ലേ ഓരോരോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിന്ന് ഞങ്ങളും കുറേ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ആൾക്കാരെല്ലാം സെൽഫി എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു തത്രപ്പാടിലായിരുന്നു. ഞങ്ങളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോ ആൾക്കാരുടെയും ഇടയ്ക്കൊക്കെ പോയി നിന്ന് അങ്ങനെ ഫോട്ടോകളൊക്കെ എടുത്തു. അവിടെ ഈ സോഫയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഒരാശ്വാസം തന്നെയാണ് കേട്ടോ. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് പോവാമല്ലോ.
അപ്പോൾ ഇതേ എല്ലാവരുടെ അടുത്തും നമ്മുടെ റോസ് വയസ്സായപ്പോഴുള്ള ഫോട്ടോയാണ് കേട്ടോ അതിങ്ങനെയൊക്കെ എല്ലായിടത്തൊക്കെ നിന്ന് രാജുവും അവികുട്ടനും ഒക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തേട്ടാ. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ വീണ്ടും അങ്ങോട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ദിവസം ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. സമ്മർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. എത്ര ദിവസമൊക്കെ ഉണ്ടെന്നൊന്നും അതിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ പുറത്തൊന്നും. അപ്പോൾ വരുന്നവർക്ക് വരാം, കാണാം. നമ്മുടെ ഈ സമ്മർ വെക്കേഷൻ ടൈമിലൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാം, അത്ര തന്നെ കേട്ടോ. 100 രൂപയാണ് നമ്മുടെ ടിക്കറ്റ് ചാർജൊക്കെ. പിന്നെ വന്നിട്ട് അടുത്ത് വീണ്ടും ഒരു ചെറിയൊരു ഹാള് പോലെയാണ് കേട്ടോ. അവിടെ അവരുടെയൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും, നമ്മുടെ പുള്ളിക്കാരൻ ഭയങ്കര പടം വരപ്പുകാരനാണല്ലോ. അപ്പോൾ പുള്ളി നമ്മുടെ റോസിൻ്റെയൊക്കെ പടമൊക്കെ വരച്ചല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറേ സെറ്റപ്പൊക്കെയാണ് കേട്ടോ അവിടെ. കുറേ അവരുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെ കുറേയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം മോളതിൻ്റെ ഇടയ്ക്കൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. നല്ല പെയിൻറ്റിങ് ഒക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഇങ്ങനെ വീണ്ടും നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഈ ടൈറ്റാനിക് കപ്പൽ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണത് ഉണ്ടാക്കിയെന്നും അതിനെക്കുറിച്ചുള്ളതൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ക്യാപ്റ്റൻ ആരാണ്, പുള്ളിക്കാരന് എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ നിർമ്മിച്ചത് എന്നുള്ളതൊക്കെ, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വലിയൊരു ബോർഡുണ്ട് അവിടെ. അത് കഴിഞ്ഞതേ എല്ലാം പിന്നെ അതിനെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ഷിപ്പ് എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തതെന്നും അതിനെന്താണ് സംഭവിച്ചതെന്ന്, എങ്ങനെയാണ് അത് അപകടപ്പെട്ടത് എന്നൊക്കെയുള്ളതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അതിൽ എത്ര ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവിടെ ഫുള്ള് എഴുതിയൊക്കെ വെച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ കേട്ടോ. പിന്നെ അതേ കാണുന്നില്ല അവിടെ ബ്ലൂ കളർ അവളുടെ ഡയമണ്ട് നെക്ലേസ്. നമ്മുടെ നെക്ലേസ് കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ പുള്ളിക്കാരൻ അവർ ജയിലടച്ചേ. അപ്പോൾ ആ നെക്ലേസ് നമുക്കിവിടെ കാണാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഷോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കടലിനടിയിൽ നിന്ന് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയില്ലേ, ആ സമയത്തുള്ളതാണ് കേട്ടോ അത് ഈ കാണുന്ന പിക്ചറൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുള്ളിക്കാരിയുടെ ആ ബ്ലൂ ഡയമണ്ട് നെക്ലേസ്. കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ഒരു ഡെമോ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിനടുത്തും നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ മഞ്ഞുമലയിൽ തട്ടിയിട്ട് നമ്മുടെ ടൈറ്റാനിക് ഇങ്ങനെ കടലിനടിയിലോട്ട് താഴ്ന്നു പോകുന്ന ഒരു രൂപവും അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മോളത് നോക്കിയിരിക്കുകയാണ്. ബൈ. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.